പരിശുദ്ധ പരമാദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഇന്ന് നമ്മൾ കണ്ടുമുട്ടുന്ന വ്യക്തികളിലേക്കൊക്കെ ഈശോയുടെ സ്നേഹവും നന്മയും കാരുണ്യവും നമ്മുടെ വാക്കുകളിലൂടെയും പ്രവൃത്തികളിലൂടെയും നൽകാനും ഒഴുക്കാനും നമുക്കെല്ലാവർക്കും പ്രത്യേകമായിട്ട് സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്യുന്നു. ക്രൈസ്തവരെന്ന നിലയിൽ, ഈശോയെ പിൻചെല്ലുന്ന ശിഷ്യന്മാരെന്ന നിലയിൽ നമുക്ക് ചെയ്യാൻ കഴിയുന്ന വലിയൊരു നന്മയാണ് ആർക്കും ദുഷ്പ്രേരണ നൽകാതിരിക്കുക എന്നുള്ളതാണ്. ആരെയും പാപത്തിലേക്ക് വലിച്ചിഴക്കാതിരിക്കുക എന്നുള്ളത്. ആരെയും. ഇന്നലെ ഞാൻ ഓർക്കുകയാണ്, ഒരു ചേട്ടൻ എന്നെ കാണാൻ വന്നത്. അദ്ദേഹം മുഴുക്കുടിയനാണ്, ഭയങ്കര കുടിയനാണ്. മദ്യപാനത്തിൻ്റെ ആസക്തിയിൽ വല്ലാതെ മുഴുകിപ്പോയ നിമഗ്നനായൊരു മനുഷ്യനാണ്, ബന്ധിതനായിട്ടൊരു മനുഷ്യൻ. അപ്പോൾ ഞാൻ അദ്ദേഹത്തോട് സംസാരിച്ചു, ഭാര്യയോടും സംസാരിച്ചു. അപ്പോൾ ഭാര്യ പറയുമായിരുന്നു, അച്ഛാ ഇപ്പോൾ ചേട്ടായിയുടെ കുടി കണ്ടിട്ട് മോനും കുടിച്ചു തുടങ്ങി, യുവാവായ മകനും കുടിച്ചു തുടങ്ങി. അപ്പം മകൻ പറയുമെന്ന്, അപ്പം കുടിക്കുന്നുണ്ടല്ലോ, പിന്നെ ഞാനെന്താ കുടിച്ചാലെന്ന്. മനസ്സിലായി? കണ്ടോ? അതായത് ഈ അപ്പൻ കാണിക്കുന്ന ദുർമാതൃക മൂലം ആ മകനും മദ്യപാനത്തിൻ്റെ ആസക്തിയിലേക്ക് കടന്നു വന്നേക്കാണ്. ശവം എവിടെയോ അവിടെ കഴുകന്മാർ വന്നു ചേരുമെന്നാണ് വചനം പറയുന്നത്. ഒരു കുടുംബത്തിൽ മദ്യപനായ ഒരപ്പനുണ്ടെങ്കിൽ ആ മദ്യപാനത്തിൻ്റെ അരൂപിയ ഭവനത്തിലുണ്ട്. തീർച്ചയായിട്ടും അതിൻ്റെ അലയടികൾ മക്കളിലേക്കും ഉണ്ടാകും. അപ്പം അതുകൊണ്ട് നമ്മളായിട്ട് ആർക്കും ഒരു ദുഷ്പ്രേരണ നൽകരുത്. മാതാപിതാക്കൾ മക്കൾക്ക് കൊടുക്കേണ്ട എന്താ? ഒരു വിശുദ്ധ ജീവിതമാണ്. മാതാപിതാക്കൾക്ക് മക്കൾക്ക് കൊടുക്കേണ്ട നല്ല വാക്കുകളാണ്. മാതാപിതാക്കളിൽ നിന്ന് മക്കളിലേക്ക് വരേണ്ട എന്നൊരു പ്രാർത്ഥനാ ജീവിതമാണ്, ആത്മീയതയാ. അല്ലാതെ തിന്മയല്ല. വിശുദ്ധി, നന്മ, ദൈവവചനം, പരിശുദ്ധാത്മാവിൻ്റെ നിറവ്, ഇതൊക്കെയാണ് നിങ്ങൾ മക്കളിലേക്ക് ഒഴുക്കേണ്ടത്, അല്ലാതെ വേറൊരു തിന്മയോ അല്ല. അപ്പോൾ ദുഷ്പ്രേരണ കൊടുക്കാതിരിക്കാനായിട്ട് പ്രത്യേകം പരിശ്രമിക്കുക. വചനമുണ്ടല്ലോ, ലൂക്ക 17-ാം അധ്യായം 1, 2, 3 വാക്യങ്ങളൊക്കെ. അക്കാലത്ത് യേശു ഈ ശിഷ്യന്മാരോട് പറഞ്ഞു, ദുഷ്പ്രേരണകൾ ഉണ്ടാകാതിരിക്കുക അസാധ്യം, എന്നാൽ ആര് മൂലം അവ ഉണ്ടാകുന്നുവോ അവന് ദുരിതം. ഈ ചെറിയവരിൽ ഒരുവന് ദുഷ്പ്രേരണ നൽകുന്നതിനേക്കാൾ നല്ലത് കഴുത്തിൽ തിരിക്കല്ല് കെട്ടി കടലിൽ എറിയപ്പെടുന്നതാണ്. തിരിക്കല്ലെന്ന് നമുക്കറിയാമല്ലോ. തിരിക്കല്ല് കെട്ടി കടലിലേക്ക് എറിഞ്ഞ ഒരു സാധ്യതയില്ല എറിയപ്പെട്ട വസ്തു മുകളിലേക്ക് പൊങ്ങി വരാൻ. മനുഷ്യനെയൊക്കെയാണ് തിരിക്കല്ല് കെട്ടി എറിയുന്നതെങ്കിൽ മരിച്ചു പോകും. അപ്പം അത്രയും വലിയൊരു പാപമാണ് ദുഷ്പ്രേരണ എന്ന കർത്താവ് യേശുമിശിഹാ പറയുക. ഒരു മദ്യപാനത്തിലേക്കോ, ഒരു വ്യഭിചാരത്തിലേക്കോ, ഒരു പരദൂഷണത്തിലേക്കോ, ഒരു മയക്കുമരുന്നിൻ്റെ ഉപയോഗങ്ങളിലേക്കോ, ഒരു ജഡികമായ പാപങ്ങളിലേക്കോ നമ്മളായിട്ട് മറ്റൊരാളെ വിളിച്ച് കയറ്റുകയോ നമ്മൾ ആ പാപത്തിൽ ജീവിക്കുകയോ ചെയ്യരുത്. പ്രത്യേകിച്ച് നിങ്ങളുടെ കുഞ്ഞുമക്കളെ ഒരു പാപവും നിങ്ങൾ മൂലം അവരിലേക്ക് കടന്നു വരാനായിട്ട് ഇടയാവരുത്. വിശുദ്ധിയിൽ ജീവിക്കുക. ഇന്ന് മെസ്സേജ് ബോക്സിൽ ടൈപ്പ് ചെയ്യണം, ഈശോയെ എൻ്റെ ജീവിതത്തെ അങ്ങ് വിശുദ്ധീകരിക്കണമേ എന്ന്. ദിവ്യകാരുണ്യനാഥൻ നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.